മോചനം കാത്ത് സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന ഫറൂഖിലെ അബ്ദുൾ റഹീമിൻ്റെ കേസ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് സമയമായി കോടതി പരിഗണിക്കുന്നു, കേസ് മാറ്റിവെക്കുന്നതാണ് സംഭവിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 10:30 മണിക്കാണ് കേസ് പരിഗണിക്കുന്നത്. മോചന ഉത്തരവ് ഇന്നെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഫറൂഖിലെ കുടുംബം. നേരത്തെ 6 തവണയാണ് കേസ് പരിഗണിച്ചത്, പിന്നീട് മാറ്റിവെച്ചു. വിവിധ കാരണങ്ങൾ പറഞ്ഞു. അതിനൊക്കെ തന്നെ ഏറ്റവും അവസാനം ഫറൂഖിലെ കുടുംബം ഇന്നത് സംഭവിക്കുമെന്ന വിശ്വാസത്തിലാണ്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന് സന്തോഷം വരാൻ വേണ്ടി മലയാളികളൊക്കെ കാത്തിരിക്കുകയാണ് ലോകത്തിലെമ്പാടും. പറയും എസ് കെ അത് തന്നെയാണ്. എസ് കെ നേരിട്ട് കണ്ടതാണ് ആ കുടുംബത്തിൻ്റെ ദുഃഖം. വലിയ പ്രതീക്ഷയിലായിരുന്നു അവർ. പക്ഷേ വീണ്ടും വീണ്ടും വൈകുമ്പോൾ പ്രതീക്ഷ അറ്റുപോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ അബ്ദുറഹീമിൻ്റെ മോചനം ജൂലൈ 12-ന് വധശിക്ഷയ്ക്ക് റദ്ദ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമായതാണ്. 7 മാസം പിന്നിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈ 12-നാണ് തീരുമാനമായത്. അതിനുശേഷം 6 സിറ്റിംഗ് ഈ കോടതി, റിയാദിലെ കോടതി വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു. കാരണം എന്താണ് എന്നുള്ളത് നിയമസഹായ സമിതിക്കോ അതുപോലെ തന്നെ മറ്റ് അഭിഭാഷകർക്കോ ഒന്നും തന്നെ പുറത്തു പറയാൻ സാധിച്ചിട്ടില്ല. അനന്തമായി ഇത് നീളുമ്പോൾ റഹീമിൻ്റെ ഉമ്മ ഉൾപ്പെടെയുള്ളവർ കുടുംബം ദുഃഖാർത്തരാണ്. മാത്രവുമല്ല, അവർ ഏറെ കഷ്ടപ്പെട്ടുകൊണ്ടൊരു യാത്ര അങ്ങോട്ടേക്ക് പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എസ് കെ, ഇതിൽ റഹീം എന്ന പദത്തിൻ്റെ അർത്ഥം കാരുണ്യവാനെന്നാണ്. പക്ഷേ എന്നാൽ നമ്മുടെ ഫറൂഖുകാരൻ അബ്ദുൾ റഹീം കാരുണ്യം കിട്ടാതെ അല്ലെങ്കിൽ കാരുണ്യം വൈകിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇന്ന് 10:30 മണിക്ക്, ഇന്ത്യൻ സമയം 10:30 മണിക്കാണ് റിയാദിലെ കോടതി പരിഗണിക്കുന്നത്. ഇന്ന് മോചനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും റഹീമിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലുള്ളവർ പോലും ദുഃഖാർത്തരാകുന്നു. കാരണം പ്രതീക്ഷിക്കുന്നു, ഒടുവിൽ നിരാശരാകുന്നു, കോടതി മാറ്റിവെക്കുന്നു. ഈ രീതിയിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ എന്നാൽ ഇന്നും പ്രതീക്ഷയോടെ തന്നെയാണ് റഹീമിൻ്റെ കുടുംബം എന്നുള്ളതാണ് വസ്തുത. എസ് കെ, ഒരുപക്ഷെ റഹീമിനെ അറിയുന്ന അല്ലെങ്കിൽ റഹീമിൻ്റെ കുടുംബത്തെ അറിയുന്നവരെല്ലാം പ്രാർത്ഥന, എസ് കെനും അവിടെ വന്നതാണ്, ആ ദുഃഖം കണ്ടതാണ്, ആ ഉമ്മയുടെ ദുഃഖം. പക്ഷേ എന്നാൽ ആ ദുഃഖത്തിനൊരു പരിഹാരം ഇന്നെങ്കിലും ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എസ് കെ, താങ്ക് യു. അപ്പോൾ ജിദ്ദയിലുള്ള നമ്മുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം ഈ വാർത്ത കൃത്യമായി പിന്തുടരുന്നുണ്ട്. എന്തെങ്കിലും സന്തോഷകരമായ വാർത്ത വരികയാണെങ്കിൽ പ്രേക്ഷകരെ തൽക്ഷണം അറിയിക്കുവാനും ഒക്കെ നമ്മൾ എല്ലാവിധമായ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്.